പരമു പതിവ് പോലെ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. സമയം 7:15. ദൈവസഹായം പരമുവിന്റെ കഥ പിന്നെ പറയാം എന്ന് പറഞ്ഞായിരുന്നു. ഇതാ കേട്ടോളൂ. ചെറുപ്പത്തിൽ, അതായത് 12 വയസ്സുള്ളപ്പോൾ ഒരു വീട് പണി നടന്നു. പഴയ വീട് പൊളിച്ച് പുതിയത് പണിതു, അത്ര തന്നെ. ആ പണിക്ക് മേസ്തിരിമാരുടെ സഹായിയായി വന്നവനാണ് പരമു. അവന്റെ ശരിക്കുള്ള പേര് അനിലെന്നോ സുനിലെന്നോ മറ്റോ ആണ്. പക്ഷെ അവൻ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ ആ ദൈവസഹായം പരമു എന്നായിരിക്കും. ഞാൻ ഒരിക്കൽ അവനോട് ചോദിച്ചു, ശരിക്കുള്ള പേര് പറയാതെ എന്തിനാ ഈ പേര് പറയുന്നത്? അവൻ പറഞ്ഞു, എടേ പയ്യൻ, നിനക്ക് കഥ വല്ലതും അറിയാമോ? എൻ്റെ അപ്പനും അമ്മയ്ക്കും 4 പെൺമക്കളുണ്ടായി. 5ാമതൊരു ആൺതിരിക്ക് വേണ്ടിയുള്ള ശ്രമം ഇങ്ങനെ തുടരുകയാണ്. നേർച്ച കാഴ്ചകളൊക്കെ ഒരു സൈഡിൽ നടക്കും. അങ്ങനെ 5ാമനായി ഉണ്ടായതാണ് ഈ ഞാൻ. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേരാണ് ദൈവസഹായം പരമു. അല്ലാതെ എൻ്റെ പേര് അനിലും സുനിലും ഒന്നുമല്ല. മനസ്സിലായോ? ഞാൻ മനസ്സിലായെന്ന വീട്ടിൽ തല കുലുക്കി. പക്ഷേ ആകെ കൂടി കൺഫ്യൂഷൻ ആയിരുന്നു. ആദ്യത്തെ ഓർഡർ വന്നാലേ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ പോസ്റ്റിങ്ങിന്റെ നീളം കൂടും. എനിക്ക് പോസ്റ്റിംഗ് ആണെങ്കിൽ ഇഷ്ടവുമല്ല. ഓർഡർ ഡെലിവറി, ഓർഡർ ഡെലിവറി, ഇങ്ങനെ അങ്ങ് പോയിട്ടിരിക്കണം. അങ്ങനെ ആകുമ്പോൾ 11 മണിയാകുന്നത് അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വൈകിട്ട് 7:20 കൂടിയുള്ള കോലഞ്ചേരി പട്ടണത്തിന്റെ തുടിപ്പുകളാണ്. ഇവിടുത്തെ ഒരു മുഖ്യ ബാർ ഹോട്ടലിൽ നിന്നാണ് ആദ്യത്തെ ഓർഡർ. സ്ഥലമെത്തി. ബൈക്ക് പാർക്കിങ്ങിൽ ഇടമില്ല. എന്നാ പിന്നെ ആ കിടക്കുന്ന കാറിന്റെ അപ്പുറത്തിടാം. ശരി. കാറിന്റെ സൈഡിലിട്ട് തിരിയുമ്പോൾ സെക്യൂരിറ്റി ഭായിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അത് കാറിന് മാത്രമുള്ള സ്ഥലമാണത്രേ. ഫുഡ് ഡെലിവറിയാണ്, ഇപ്പോൾ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഭായ് പറയുകയാണ്, ഫുഡ് ഡെലിവറി ആണോ? എന്നാൽ അങ്ങോട്ട് കയറ്റി വെച്ചോ എന്ന്. 18 കൊല്ലമായി കേരളത്തിലുള്ള ഭായിയാണ്. മലയാളമൊക്കെ ഇഷ്ടം പോലെ പറയും. പേര് കേട്ട ബാർ ഹോട്ടൽ ആണെങ്കിലും ഗിഗ് വർക്കേഴ്സിനെ അല്പസ്വല്പമൊക്കെ പരിഗണിക്കുന്ന സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. പറയാതിരിക്കാൻ വയ്യ. സെക്യൂരിറ്റി തൊട്ട് മാനേജർ വരെ. പാഴ്സൽ റെഡിയായിരുന്നു. ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. സന്തോഷം.
പാഴ്സലുമായി വീണ്ടും പട്ടണത്തിന്റെ ജീവനാഡിയായ NH-ലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ കോലഞ്ചേരി പട്ടണം അണിഞ്ഞൊരുങ്ങി കിടക്കുന്നത് കണ്ടോ? പകലത്തെ പട്ടണമല്ല, രാത്രിയിൽ. ആ മാദക ഭാവം, സന്ധ്യയാകുമ്പോഴുള്ള ആളുകളുടെ ആ വിശപ്പ്, ആകെക്കൂടി ഒരു മദാലസ തന്നെ ഈ കോൽ അഞ്ചേരി. മദാലസ എന്ന് കേട്ടപ്പോൾ മസാല ദോശ ഓർമ്മ വന്നവരുണ്ടോ? പോട്ടെ, സാരമില്ല, എല്ലാം ഫുഡ് വിഷയം താനേ. സംഭവം സീരിയസ് ആയി കേട്ടോ. മഴത്തുള്ളികൾ വീണു തുടങ്ങി. മഴ പെയ്യാൻ പോവാണെന്ന്. എവിടെ റെയിൻകോട്ട്? എവിടെ? മൊബൈലിന് റെയിൻ കവർ ഇടണം. എവിടെ കയറി നിൽക്കും? പരിചയമുള്ള ഇങ്ങോട്ടേക്ക് തന്നെ ഓടിച്ചു കയറ്റാം. റെയിൻകോട്ട് വലിച്ചു കയറ്റി. മൊബൈലിന് റെയിൻ കവർ കിട്ടും. ആകെക്കൂടി ഒരു 5-6 മിനിറ്റ് എടുത്തു. മഴയെ മിക്കവരും കുറ്റം പറയും, പ്രത്യേകിച്ചും പെട്ടെന്നൊക്കെ മഴ പെയ്യുമ്പോൾ. ഈ നശിച്ച മഴ, ഒരു ചീഞ്ഞ മഴ എന്നൊക്കെ പറയും. നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടാകും എന്ന് വെച്ച് മഴയെ ചീത്ത പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് കേട്ടോ. ഈ മഴ നമുക്കൊക്കെ മുമ്പ് ഇവിടെ ഉള്ള സംഭവമാണ്. നമ്മളൊക്കെ ഇവിടം വിട്ടാലും മഴ ഇവിടെ കാണും. മഴയോ ജയ. പമ്പു ജംഗ്ഷനിൽ നിന്നും തുണ്ടിപ്പിടിയേക്കുള്ള റോഡിലേക്ക് തിരിയുകയാണ്. ആർത്തലച്ചു പെയ്യണോ അതോ ഒന്ന് തൂളിയിട്ട് വീട്ടിൽ പോണോ? മഴ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. തുണ്ടിപ്പീടികയിൽ നിന്നും നേരെ പോവുകയാണ് പാറയപ്പീടികയ്ക്ക്. ഇവിടെ കുറെ പീടികകളുണ്ട്. തുണ്ടിപ്പീടിക, പാറയപ്പീടിക, കുതുകാട്ടിപ്പീടിക, കാരമോൾ പീടിക, അങ്ങനെ കുറെ പീടികകൾ. പാറയപ്പീടിക റോഡിൽ നിന്നും റൈറ്റ് എടുത്തിരിക്കുകയാണ്. ഇനി റോഡില്ല, റോഡ് പോലുള്ള ഒരു സംഭവം.
തേടിയ വെള്ളി കാലിൽ ചുറ്റി. കസ്റ്റമർ എനിക്കെതിരെ നടന്നു വരും. കുടമാറ്റം പോലൊരു കുതിമാറ്റം. ഇന്നത്തെ ആദ്യത്തെ ഓർഡർ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഈ പണിയുടെ ഒരു രസം അതാണ്. നമ്മളൊരു ഓർഡർ എടുത്തു, അത് ഡെലിവറി ചെയ്തു, അതോടുകൂടി അത് കംപ്ലീറ്റ് ആയി. പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും കസ്റ്റമർ നമുക്കെതിരെ കൊടുക്കുന്നില്ലെങ്കിൽ